ഈ അതിനെതിരായിട്ടുള്ള അനുകൂലമായ ഒരു പിന്തുണ വേണമെന്നുള്ളതുകൊണ്ടാണ് വേഗം തന്നെ ഈ മീറ്റിംഗ് വെച്ചത്. ഒരു കാര്യം ഞാൻ ആദ്യം തന്നെ പറയുന്നു, അവരെല്ലാവരും മൂന്നാറിനെ വിനോദസഞ്ചാരികളെ വളരെ സൗഹാർദ്ദപരമായി സ്വീകരിക്കാനും സുരക്ഷിതമായി ഒരു വിനോദസഞ്ചാരം ഇവിടെ ഉറപ്പുവരുത്തുന്നതിനുമുള്ള പിന്തുണയാണ് ഈ മീറ്റിങ്ങിൽ ഗവൺമെന്റിന് നമുക്കെല്ലാവർക്കും നൽകിയിട്ടുള്ളത്. അത് ഞാൻ നിങ്ങൾ വഴിയാണ് ഈ ലോകം അറിയേണ്ടത്. അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്, എല്ലാ വിനോദസഞ്ചാരികളെയും ഞങ്ങൾ ഇവിടേക്ക് ക്ഷണിക്കുകയാണ്. കാരണം ഞാനിതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ഞങ്ങൾ പരിശോധിച്ചപ്പോൾ പോസ്റ്റ് കോവിഡ് പല ടൂറിസം ഡെസ്റ്റിനേഷൻസിലും ആളുകളുടെ എണ്ണം കുറയുകയാണ് ഉണ്ടായത്. മൂന്നാറിൽ 2014 എത്തിയ സഞ്ചാരികളുടെ എണ്ണം 46 ലക്ഷമായിരുന്നെങ്കിൽ 2025 അത് 3 കോടിയാണ്. അപ്പോൾ 46 ലക്ഷത്തിൽ നിന്നും 3 കോടിയിലേക്ക് ഉള്ള ഒരു വളർച്ച ഉണ്ടാകുന്നുണ്ട്. അത് ഇനിയും കൂടാൻ പോവുകയാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള വലിയ പ്രശ്നങ്ങളുണ്ട്. ഇത്രയധികം ഇവിടുത്തെ ക്യാരിയിങ് കപ്പാസിറ്റി ഇത്രയുണ്ടോ? അപ്പോൾ അതിന് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഇവിടുത്തെ ട്രാഫിക് ബ്ലോക്കാണ്. ഇവിടെ ഉണ്ടാകുന്ന ചെറിയ പ്രശ്നങ്ങളുടെയും കാരണം ട്രാഫിക് ബ്ലോക്കാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെന്ത് പരിഹാരം കാണാൻ കഴിയും? ട്രാഫിക് ബ്ലോക്ക് പരിഹരിക്കണമെങ്കിൽ, അതിനുള്ള പാർക്കിംഗ് സംവിധാനങ്ങൾ ഒരുക്കണമെങ്കിൽ മൂന്നാറിൻ്റെ സവിശേഷമായ പ്രത്യേകത പരിശോധിക്കുമ്പോൾ സർക്കാരിൻ്റെ കൈവശമുള്ള, ലോക്കൽ ബോഡികളുടെ കൈവശമുള്ള ഭൂമിയുടെ ലഭ്യത വളരെ കുറവാണ്, നിങ്ങൾക്കെല്ലാം അറിയുന്ന പോലെ തന്നെ. അപ്പോൾ ആ സാഹചര്യത്തിൽ അവൈലബിൾ ആയിട്ടുള്ള സർക്കാർ ലാൻഡ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ മറ്റ് നിലവിലുള്ള ഇവിടുത്തെ മാർഗങ്ങൾ ഉപയോഗിച്ചോ അതുമായി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റോ സംവിധാനങ്ങളോ ഒക്കെയായി ചർച്ച ചെയ്ത് ഒരു പാർക്കിംഗ് സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഒരു തീരുമാനം ഇവിടെ എടുത്തിട്ടുണ്ട്. സർക്കാർ തലത്തിൽ അത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള കാര്യം നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ട്രാഫിക് ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ ആണ്. അതിൽ പാർക്കിംഗ് ഒരു പരിഹാരം ആണ്. അത് നടപ്പിലാക്കാനുള്ള നടപടികളിലേക്ക് പോകും. ഗൈഡുകളുടെ കാര്യത്തിലുണ്ടാകുന്ന പരാതികൾ ചർച്ച ചെയ്യപ്പെട്ടു. അവർക്ക് മതിയായ പരിശീലനം ഇല്ല, യൂണിഫോം ഇല്ല, ID കാർഡില്ല, ശരിയായ ഗൈഡ് ആരാണ്, ശരിയല്ലാത്ത ഗൈഡ് ആരാണ് എന്നൊന്നും കണ്ടുപിടിക്കാൻ ഇപ്പോൾ ഒരു മാർഗവുമില്ല. അതുകൊണ്ട് നമ്മുടെ തന്നെ ഏജൻസി ആയിട്ടുള്ള കിഡ്സിനെ ഉപയോഗിച്ചുകൊണ്ട് അടിയന്തരമായി തന്നെ മൂന്നാറിലെ ഗൈഡുകൾക്ക് പരിശീലനം നൽകുന്നതിനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. മൂന്നാറിലെ ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടുത്തെ ജനപ്രതിനിധികൾ, MP, MLA, പഞ്ചായത്തിൻ്റെ പ്രതിനിധികൾ, ടൂറിസം മേഖലയിൽ പ്രവർത്തിക്കുന്ന വിവിധ സംഘടനാ പ്രതിനിധികൾ, വ്യക്തികൾ, സാമൂഹ്യ പ്രവർത്തകർ എല്ലാവരുമായി ഞാനും ടൂറിസം സെക്രട്ടറി ശ്രീ ബിജു K IAS, ഡയറക്ടർ ശ്രീമതി അഞ്ജന IAS, ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ, SP, സബ് കളക്ടർ, അതുപോലെ മറ്റ് ഉദ്യോഗസ്ഥർ, വിവിധ മേഖലയിലുള്ളവർ എല്ലാവരുമാണ് ചേർന്ന് ഒരു 2 മണിക്കൂർ നീണ്ട നല്ല ഫ്രൂട്ട്ഫുള്ളായ ഒരു ഡിസ്കഷനാണ്. ആദ്യമായി നമ്മുടെ മാധ്യമ സ്നേഹിതരൊക്കെ നമ്മൾ ചുമതല ഏറ്റെടുത്ത സമയത്ത് തന്നെ ചില കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു, വാർത്തകളായി വന്നിരുന്നു. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ആത്മവിദ്യാലയമേ ആത്മവിദ്യാലയമേ. ഇതിനകത്തിരുന്ന പുട്ടുപോലെ പുള്ളിയെടുക്കാലോ. എന്റെ പപ്പ ഈ മൂട്ട പോലത്തെ പാട്ട വണ്ടി ഒന്ന് മാറ്റിട്ടുണ്ട്. ഈ വണ്ടി മാറ്റിയിട്ട് ഒരു പരിപാടിയില്ല. അത് നിങ്ങൾ ആലോചിക്കാൻ വേണ്ട. എന്നാ പിന്നെ ഇതൊന്ന് മോഡിഫൈ ചെയ്തുകൂടെ? മോഡിഫൈയോ? അതെന്നാ കുറിച്ചാ? എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഒക്കെ നടത്തി അടിപൊളിയാക്കാം. കാറ് പിന്നെ വേറെ ലെവലാ. എന്നാ വണ്ടി നേരെ ക്യാപിറ്റൽ കാർ ഫാൻസിലോട്ട് കിട്ടും.
ജില്ലയിലെ ഏറ്റവും വലിയ കാർ ഫാൻസി ഷോറൂം ക്യാപിറ്റൽ കാർ ഫാൻസി ഓപ്പോസിറ്റ് ഗവൺമെന്റ് ട്രൈബൽ സ്കൂൾ കട്ടപ്പന. അത്യാധുനിക ടെക്നോളജിയിൽ വീൽ അലൈൻമെന്റ് ആൻഡ് വീൽ ബാലൻസിംഗ്, വിദഗ്ധരായ ടെക്നീഷ്യൻസ്മാരുടെ സേവനം, ഏറ്റവും വിലക്കുറവിൽ ഇന്ത്യൻ ആൻഡ് ഇമ്പോർട്ടഡ് ടയേഴ്സ്, മ്യൂസിക് സിസ്റ്റം, സീറ്റ് കവർ, പവർ വിൻഡോ, റെക്സിൻ, ഫ്ലോർ മാറ്റുകൾ തുടങ്ങി എല്ലാവിധ ആക്സസറീസുകളും. അങ്ങനെ ക്യാപിറ്റൽ കാർ ഫാൻസിയിലെത്തിയപ്പോ ഞങ്ങളും അടിപൊളിയായി. അമ്പടെ ജിഞ്ചിനാക്കിടി. ക്യാപിറ്റൽ കാർ ഫാൻസി ഓപ്പോസിറ്റ് ഗവൺമെന്റ് ട്രൈബൽ സ്കൂൾ കട്ടപ്പന.